إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് നാസിലെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ സ്വദറും ഖൽബും, അപ്പോൾ എന്താണ് ഈ സ്വദറിലുണ്ടാക്കുന്ന വസ്വാസ്? ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട്, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട്, ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്തിൽ നിന്ന്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവനാണ് ശൈത്താൻ. പിന്മാറിക്കളയുന്നവൻ്റെ വസ്വാസിൽ നിന്ന്, ആ വസ്വാസ് ഉണ്ടാക്കുന്ന ഷർറിൽ നിന്ന്, മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് എന്നാണ്. അപ്പോൾ എവിടെയാണ് അവൻ വസ്വാസ് ഉണ്ടാക്കുക? അല്ലദീ യുവസ്വിസു, അതായത് അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകളിലാണ്. അപ്പോൾ സ്വദറും ഖൽബും നമ്മൾ പഠിക്കണം. ഈ സുദൂരിന്നാസ് എന്ന് പറയുമ്പോൾ ഈ സുദൂരിൻ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന വസ്വാസ് എന്താണ്? എന്തൊക്കെ തരം വസ്വാസ് ഉണ്ടാക്കും? എങ്ങനെയൊക്കെ അവൻ മനസ്സിനെ സ്വാധീനിക്കും? അതിലൂടെ ഈ ശൈത്താൻ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണ്? അപ്പം സൂറത്ത് ആറാഫിൽ അള്ളാഹ് പറഞ്ഞത് സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അതായത് മുന്നിലൂടെ വമിൻ ഖൽഫിഹിം, മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് ഞാൻ അവരുടെ അടുക്കൽ വരും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അവരിൽ അധിക പേരെയും നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുകയില്ല എന്നാണ്. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, ഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ഈ മുൻഭാഗത്തു കൂടിയും പിൻഭാഗത്തു കൂടിയും വലതായിട്ടും ഇടതിലായിട്ടൊക്കെ വരും എന്ന് പറയുന്ന, അപ്പോൾ അത് ശരിക്കും എന്താണ്? വലത് ഇടത് മുന്നിൽ ബാക്കിൽ എന്നൊക്കെ പറയുമ്പം 4 ഭാഗങ്ങളാണ് അല്ലെ? മനുഷ്യൻ്റെ ശരീരത്തിന് 4 ഭാഗങ്ങളാണ്. ഈ 4 ഭാഗങ്ങളിൽ വരും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ മനസ്സിനെ സ്വാധീനിക്കുക? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ഏതാനും ആയത്തുകൾ പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ ഈ സ്വദർ എന്ന് പറയുന്നത് വിശാലമായ ഒരു സ്പേസാണ് സ്വദർ എന്ന് പറഞ്ഞത്. ആ സ്പേസിനകത്തുള്ള ഓരോ അറകളാണ് ശരിക്കും ഖൽബ് എന്ന് പറഞ്ഞ അതാണ്. അപ്പം ഈ ശൈത്താൻ ഈ സ്വദറിലുണ്ടാക്കുന്ന വസ്വാസ് മനുഷ്യൻ്റെ ഹൃദയ അറകൾക്കുള്ളിൽ കടക്കും. അതാണ് ഖുർആന് ഓരോ വിഷയത്തെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഖൽബ് പഠിച്ചത്. അപ്പം ഖൽബ് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ വിഷയത്തിലുമുള്ള ശൈത്താൻ്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വിഷയത്തിലെന്ന് മനസ്സിലാക്കാൻ പറ്റും.
അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത് കൽബുൻ മുനീബ് അല്ലേ? അത് പറഞ്ഞപ്പോൾ ലിമങ്കാന ലഹു കൽബുൻ അതും കൂടി നമ്മൾ പറഞ്ഞു അല്ലേ? 50-37 ലിമൻ കാന ലഹു അസമ്മ, അത് നമ്മൾ 50-37. പിന്നെ അതിൽ നമ്മൾ അവസാനം പറഞ്ഞത് ഇനി നമുക്ക് നോക്കേണ്ടത് പിന്നെ കൽബുമായി ബന്ധപ്പെട്ട് ആസിമുൻ കൽബു, ആസിം അലിഫ് സാ മീം, ആസിമുൻ കൽബുഹു. അത് പിന്നെ കൽബിൻ്റെ ഒരു ഇതാണ്. അത് ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ശരിക്ക് അത് ബോധ്യപ്പെടും എങ്ങനെയൊക്കെ നമ്മളെ തകരാറിലാക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഈ ആസിമുൻ കൽബുഹു എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥലം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതായത് എവിടെയാണോ മനുഷ്യന് വീക്ക്നെസ് ഉള്ളത് അവിടെ പിടിക്കുക എന്നുള്ളതാണ് ശൈത്താൻ. അതാണ് അല്ലാതെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അത് ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലായിരിക്കും, എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഉണ്ടാവില്ല. അപ്പൊ അവിടെ അവന്റെ മുന്നിൽ എന്താക്കും, ഇപ്പം ഒരു ലൈംഗിക വിഷയത്തിലുള്ള ഒരാൾക്ക്, ഒരു സ്ത്രീ വിഷയത്തിൽ ഉള്ള ഒരു പ്രശ്നമുള്ള ഒരാളുടെ വിചാരിച്ചോളി, ലൈംഗിക വിഷയത്തിൽ ഒരാൾ വീക്കാണെങ്കിൽ അവിടെ അവന്റെ മുന്നിൽ ശൈത്താന് അവനെ അതിൽ പ്രലോഭിപ്പിച്ച് അതിൽ അവന്റെ മനസ്സിനെ കീഴടക്കി അതിലിങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിൻ്റെ വ്യത്യസ്തങ്ങളായ പിന്നെ മേച്ചിൽ പുറങ്ങൾ തേടി അവൻ അങ്ങനെ പോകും. മനസ്സിലായില്ലേ? വേറൊരാൾക്ക് സാമ്പത്തിക രംഗത്താണ് ഇതിലൊന്നും വലിയ താല്പര്യം, അയാൾക്ക് സമ്പാദ്യത്തിലാണ് അയാളെ വീക്ക്നെസ് എങ്കിൽ അയാളെ ഹൃദയം നിറച്ച് കുറേ സമ്പാദിക്കണം എന്നുള്ള മോഹമാണ് അയാളെ മനസ്സിലുള്ളയിരിക്കുക. അപ്പം റസൂൽ പറഞ്ഞില്ലേ, പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, നിന്നെ പേടിക്കാത്ത കൽബാണ് എൻ്റെ കൽബെങ്കിൽ എന്നെ കാക്കണം പടച്ചോനെ. ആ കൽബ് എവിടേക്കെത്തുക? വമിൻ നഫ്സിൻ ലാ തഷ്ബ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വനഫ്സിൻ ലാ തഷ്ബ, ആർത്തി അടങ്ങാത്ത മനസ്സ്. ലാ തഷ്ബ എന്ന് പറയുന്നത് കിട്ടുന്നത് മതിയാകാത്ത മനസ്സുള്ള ഒരാളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ശൈത്താൻ അവിടെ ഇടപെടും. എന്നിട്ട് അവൻ എന്താക്കും? അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പോരാ 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 എന്നിങ്ങനെ തോന്നിക്കും. അപ്പം അയാൾ എന്ത് ചെയ്യും? ഹലാലുകളൊക്കെ വിടും, ഹറാമിലേക്ക് പോകും, പരിധികൾ ലംഘിക്കും. അവിടെയാണ് അല്ലത് യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അപ്പം എവിടെയാണോ മനുഷ്യൻ്റെ ന്യൂനതകളും കുറവുകളും ഉള്ളത് അവിടെ ഇടപെടും എന്നുള്ളതാണ്. അപ്പം കൽബ് ആസിമാകുക എന്നതാണ് അടുത്ത വാക്ക്. നമ്മൾ ഇതിൻ്റെ അടുത്ത വാക്ക് ആസിമാകുക എന്നുള്ളതാണ്. ഈ കൽബ് ആസിമാകുക എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലും ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം പാപപങ്കിലമായ ഹൃദയം എന്നാണ്. ആസ്യം എന്ന് പറഞ്ഞാൽ പാപപങ്കിലമാകാം, പാപങ്ങൾ ചെയ്യാം. അപ്പം പാപപങ്കിലമായ മനസ്സ് എന്നാണ് ശരിക്ക് അവിടെ ആസിമുൻ കൽബ് എന്ന് പറഞ്ഞാൽ. വിഷയം നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നമാണ്. മനുഷ്യനെ കൊണ്ട് കൂടുതൽ മനുഷ്യൻ്റെ മനസ്സിൽ ദുഷ്ടചിന്തകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ സാമ്പത്തിക വിഷയം. ഇപ്പം നോക്കി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ വരെ ക്രൂരമായി മനുഷ്യൻ കൊല്ലുകയാണ്. എന്തിനു വേണ്ടി കൊലപാതകങ്ങൾ നടക്കുന്നത്? സ്വത്തിന് വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി. വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വത്ത് മക്കൾക്ക് എപ്പോഴാണ് കിട്ടേണ്ടി? വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വത്ത് മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയും ഉമ്മയും തരുന്നതാണ് അവർ വാങ്ങേണ്ടത്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾക്ക് എനിക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞ് വാപ്പനോട് ഉമ്മനോട് വില പേശാനുള്ള അധികാരം മക്കൾക്കില്ല. മക്കൾക്ക് സമ്പത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കൾ മക്കൾക്ക് സമ്പത്ത് അവർ കൊടുക്കുന്ന ഹദിയയാണ്. ഹദിയയിൽ നീതി പാലിക്കണം. ഒരു മകന് കുറെ കൂടുതൽ കൊടുക്കുക, ഒരു മകന് കുറവ് കൊടുക്കുക, മകൾക്ക് കൂടുതൽ കൊടുക്കുക, മകന് കുറവ് കൊടുക്കുക പറ്റൂല. നമ്മളെ നാട്ടിൽ എന്താ വെച്ചാൽ പെൺകുട്ടികളെ കെട്ടിക്കണമെങ്കിൽ 40, 50 പവൻ, 100 പവൻ, 150 പവനൊക്കെ സ്വർണം കൊടുക്കും.
ആൺകുട്ടിക്ക് മഹറിന് ആകെ 3-4 പവൻ കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, അള്ളാഹിൻ്റെ മുന്നിൽ വില പോകൂല. ഈ സ്ത്രീധനക്കാരുണ്ടാക്കിയതാ. ഞങ്ങൾക്ക് പെൺകുട്ടിക്ക് കുറേ സ്വർണം കൊടുക്കണം എന്ന കാര്യം ഉണ്ടാക്കിയ നമ്മളുണ്ടാക്കി, അല്ല മതത്തിലാവുന്നില്ല. പെൺകുട്ടിക്ക് 50 കൊടുക്കണം 100 കൊടുക്കണം എന്നത് മതത്തിലില്ല, ഇത് നമ്മളുണ്ടാക്കിയ നാട്ടു നടപ്പാ, പടച്ചോനെ മുന്നിൽ കഴിച്ചിലാവൂല. അപ്പം അത് ഹദിയാണ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹദിയ സമമായിട്ട് കൊടുക്കണം. എന്നാൽ ഈ വാപ്പാന്റെ സ്വത്ത് നിശ്ചിത ഓഹരി എപ്പോഴാണ് കിട്ടേണ്ടി? മരിച്ചതിന് ശേഷം കിട്ടുള്ളൂ. മരിച്ചതിന് ശേഷം ആണിന്റെ പകുതി ആർക്കുള്ളൂ? പെണ്ണിനുള്ളൂ. അതാണ് അതിന്റെ ഓഹരി, അതാണ് ആണിന്റെ പകുതിയെ പെണ്ണിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയം മുഴുവനും തിന്മയിൽ കൊണ്ടുപോകുന്നത് ഷെയ്ത്താനാണ്. അപ്പോൾ അല്ലാതെ യുവസ്ഫി സുദൂരിന്നാസിലെ വിഷയമാണ് പറഞ്ഞത്. നമ്മൾ നിസ്കാരത്തിൽ തോന്നുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തയിൽ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറയും ഇപ്പം അങ്ങനൊന്നുമില്ല, ഈ പറയുന്നത് പോലെ ഒന്നും ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കണ്ട. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ അന്ന് നിങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഈ പത്രം വായിക്കാത്ത പകലുണ്ടാവില്ലല്ലോ, ഇവിടെ അങ്ങനെ എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അന്ന് പത്രത്തിൽ ഈ എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിലുള്ള 2 വാർത്ത ഉണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ 4 ഇന്ത്യക്കാർ ബഹിരാകാശത്ത് പോയതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിൽ 4 ഇന്ത്യക്കാരെത്തി. പിന്നെ ബഹിരാകാശത്ത് ഇന്ത്യൻ സ്പർശിക്കണം തൊടുകയെന്നാണ്. ഇന്ത്യൻ സ്പർശം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെയിൻ ഹെഡിങ് അതാ കേട്ടോ. എന്നാൽ അത്രയും എന്തിനാണ് അതൊക്കെ കൊടുക്കണത്? മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ അത്രയും പുരോഗതി പ്രാപിച്ചു എന്ന് കാണിക്കാനാ. അതിൻ്റെ നേരെ താഴെയുള്ള വാർത്ത എന്താ പറയുക? എന്താ, ഉറങ്ങിക്കിടക്കണ ഒരു അമ്മനെ മകന് കൊന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള വാർത്ത. നമ്മളെ നാടും നമ്മളെ രാജ്യവും എത്ര പുരോഗതി പ്രാപിച്ചു. നമ്മൾ സ്പേസിലെത്തി, അവിടെ നമുക്ക് ആധിപത്യം കിട്ടി, ലോകത്തിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിൽ, എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ നമ്മളെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയുന്ന നമ്മൾ തൊട്ടടുത്ത് വായിക്കണ വാർത്ത എന്താണ്? ഇതൊക്കെ നാസാണ്, മനുഷ്യന്മാരാണ് അല്ലേ? ഇപ്പൊ ഈ നാസ എന്നൊരു പേരില്ലേ, ബഹിരാകാശ അല്ലേ, ഇതിനെ നാസ എന്നാ പറയാ അല്ലേ? ഇത് നാസാണ്. മനുഷ്യരാണ് എന്ത്? നാസ്. ഈ മനുഷ്യന്മാര് അത്യുന്നതയിലെത്തി എന്ന് അറിയിക്കാൻ വേണ്ടി കൊടുത്തിന് നേരെ താഴെയാണ് എന്ത്? ഈ മകന് സാമ്പത്തികമായിട്ട് ചോദിച്ചത് കൊടുക്കാത്ത, കയ്യിലില്ലാത്ത അമ്മയെ ദാരുണമായി കൊന്നു, ക്രൂരമായി കൊന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് അമ്മ കത്തുന്നത് കാണുകയാണ്. അമ്മനെ കത്തിക്കാണ്. അപ്പൊ സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആരെയും കൊല്ലും. വീട് കവർച്ച നടത്തി ആ വീട്ടുകാരെ കൊന്നിട്ട് കവർച്ച നടത്തി കൊണ്ടുപോകണം. വഴിയിൽ കൊള്ളക്കാര് ആളുകളെ കൊന്നിട്ട് പിന്നെ സമ്പത്ത് മോഷ്ടിച്ച് കൊണ്ടുപോവാണ്. ഇത്രയും സാമ്പത്തിക രംഗത്താണ് എന്തുള്ളത്. അപ്പൊ അല്ലാതെ യുവസ്ഫി സുദുരിന്നാസ്, അവിടെ ആസിമും കൽബ്. ഇനി നിങ്ങളിത് എവിടെ പറഞ്ഞെന്നുള്ളത് സാമ്പത്തിക രംഗത്തുള്ള വലിയൊരു വിഷയം. ഞാനിത് വായിക്കണ മുമ്പ് ഒരു കാര്യം പറയാം. ഈ 2 ആൾക്കാർ തമ്മിൽ ഭയങ്കര ലോകത്തിലാണ്. ഇവര് തെറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്തായിരിക്കും? 2 ആൾ തമ്മിൽ തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അല്ല, കച്ചവടം വിടി, സാമ്പത്തിക വിഷയത്തിലെ ക്രയവിക്രയത്തിൽ നിങ്ങൾ എന്നോട് കടം ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് കടം തന്ന്, പിന്നെ ഞാൻ നിങ്ങളെ ശത്രുവായിട്ട് മാറുക. നിങ്ങളിൻ്റെ ശത്രു കാരണം എന്താ? ഞാൻ കടം തിരിച്ചു ചോദിക്കുന്നവൻ എന്താക്കി മാറ്റി? ശത്രുവായിട്ട്. പക്ഷെ അപ്പം കടം ചിലപ്പോൾ എന്തായിരിക്കും, എങ്ങനെയാ പോകാൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കാതെ വെക്കുക, ഇല്ലാത്തത് വാങ്ങി കൊടുത്തേക്കാരം അല്ലേ? സമയം കഴിഞ്ഞ്, അവധി കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, പിന്നെ ചോദിക്കുന്നത് ഇക്കാരം വലിയ തെറ്റ്. കടം വാങ്ങിയ സമയത്ത് ചോദിക്കുന്നതായിരിക്കും. ഈ ആസിമുൻ കൽബ് ഇവിടെ പറഞ്ഞറിയാം നിങ്ങൾ. ആസിമുൻ കൽബ് ഖുറാനിൽ കടയിട്ട് ബന്ധപ്പെട്ട സൂറത്ത് അൽ-ബക്കറയിലെ, ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ? ബക്കറ. ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തേതാ? ആയത്തുദ്ദൈൻ. ആ ആയത്തുദ്ദൈനിന്റെ തൊട്ടടുത്തുള്ള ആയത്തൊന്ന് വായിച്ചു നോക്കി. അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 283 284 ഒതുക്കോളി. 283 284 അൽ-ബക്കറയില്.
283 84. അപ്പം അതിൻ്റെ മുമ്പ് 283 84 മുമ്പാണ് എന്തുള്ളത്? പിന്നെ കടവുമായി ബന്ധപ്പെട്ട ആയത്തുള്ളത്. അപ്പം ആയത്ത് വലിയ ആയത്താണ്. ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه والله بما تعملون عليم لله ما في السماوات وما في الأرض وإن تبدوا ما أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്താണ് ആയത്തുദ്ദൈൻ. ഈ കടവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്നതാണ്, നമുക്കൊരുപാട് കേട്ടതും പഠിച്ചതൊക്കെയാണ്, അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സമ്പത്തിൻ്റെയും മാലിക് അള്ളയാണ്. മാലിക് അള്ളയാണ്. നമുക്ക് നൽകിയത് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചതാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മളോട് കൊടുക്കാൻ പറഞ്ഞോടത്തൊക്കെ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് കൊടുക്കാനാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം എന്നുള്ള പറഞ്ഞത്. കൊടുക്കാൻ പറഞ്ഞോടത്തൊക്കെ അങ്ങനെ പറഞ്ഞത്. നമ്മളതായിട്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ഇതാദ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര സമ്പാദിക്കാം, ദുനിയാവിൽ എത്ര സമ്പാദിക്കാം, അതിൻ്റെ പരിധി എത്ര, ലിമിറ്റ് എത്ര, എത്ര സമ്പാദിക്കാം, അതിൻ്റെ ലിമിറ്റ് എത്രയാണ്? ലിമിറ്റിൽ എത്രയും സമ്പാദിക്കാം. എത്രയും സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. എങ്ങനെയും സമ്പാദിക്കാം എന്നല്ലട്ടാ, എത്രയും സമ്പാദിക്കാം. എത്ര ഉണ്ടെങ്കിലും 2.5% നിർബന്ധമായും പോകണം, അത് സക്കാത്ത്. ബാക്കി 97% നിന്ന് സ്വതക്കയും പോകണം. സക്കാത്താണോ സ്വതക്കയാണോ ഖുർആനിൽ കൂടുതൽ പറഞ്ഞത്? സ്വതക്കയാണ്. സക്കാത്ത് അത് പറയേണ്ട കാര്യം, പോണം. ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അവകാശം കൊടുത്തു, അത് പിടിച്ചു വാങ്ങണം എന്നാണ്. സക്കാത്ത് നമ്മൾ ഔദാര്യമൊന്നുമല്ല, സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുത്തോളണം, ഇല്ലെങ്കിൽ പിടിച്ചു വാങ്ങും. അങ്ങനെയാണ്, നിർബന്ധമാണ്. പിന്നെ സ്വതക്ക, ആ സ്വതക്ക ബാക്കിയുള്ള 97% നിന്നാണ് എന്ത് പോകേണ്ടത്? സ്വതക്ക പോകേണ്ടത്. ആ സ്വതക്കയെ പ്രോത്സാഹിപ്പിച്ചു. ഇനി മാത്രമല്ല, നമുക്ക് ഇത് ഈ ആയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം, വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഹൃദയം പാപപങ്കിലമാകുന്ന ഒരു വിഷയം ഇതാണ്. അതെന്തുകൊണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം, എന്നെങ്കിൽ അത് ബോധ്യപ്പെടുള്ളൂ. ഇപ്പം നമുക്ക് ഇസ്ലാം നൽകിയ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഏത് വിഷയത്തിലാണെന്നറിയാം? സാമ്പത്തിക വിഷയത്തിലാണ്. ഇസ്ലാം വലിയ സുരക്ഷിതത്വമാണ് നൽകുന്നത്. സമ്പത്ത്, നമ്മളെ 5 കാശ് എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ ഇസ്ലാം ശക്തമായ നിർദ്ദേശം നൽകി. കടം കൊടുക്കാൻ പറഞ്ഞു, കടം കൊടുക്കണെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ കടം കൊടുക്കുന്നതിലൂടെ ഒരിക്കലും ഇവന്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ പാടില്ല. കടം കൊടുക്കുന്നതിലൂടെ അധികം ഉണ്ടാക്കാനും പാടില്ല.
അധികം ഉണ്ടാക്കാനും പാടില്ല. മനസ്സിലായി? അത് പലിശയായിട്ട് മാറും, അത് ഹറാമായിട്ട് മാറും. എന്നാൽ കടം കൊടുക്കുന്നതിലൂടെ ഇവന്റെ മുതൽ നഷ്ടപ്പെടാനും പാടില്ല. അത് കടം കൊടുക്കൽ മാത്രമല്ല, എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടുമോ അവിടെയൊക്കെ ശക്തമായ നിർദ്ദേശം ഇസ്ലാം നൽകി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഹദീത്തുകൾ ധാരാളം, ഹദീസിന്റെ കിതാബൊക്കെ മറിച്ചു നോക്കിയാൽ കിതാബുൽ ബൈഅ് ഒരു വലിയ അധ്യായമാണ്. ക്രയവിക്രയങ്ങൾ എങ്ങനെ നടത്തണം, എങ്ങനെ നടത്താൻ പാടില്ല, ഏതൊക്കെ രൂപത്തിൽ ചെയ്യാം, ഏതൊക്കെ രൂപത്തിൽ ചെയ്യാൻ പാടില്ല, വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇനി അത് മാത്രമല്ല, സമ്പാദിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ഒരാൾ കച്ചവടം ചെയ്യാം, ഒരാൾ ബിസിനസ് ചെയ്യുക. അപ്പോൾ വെറുതെ ഓനങ്ങനെ കുറ്റം പറയണ്ട. എൻ്റെ ഒരു കച്ചവടം, എൻ്റെ ഒരു ബിസിനസ്, ബിസിനസ്സിന് മാത്രം ചിന്ത എനിക്ക്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നട്ടോട്ട് കൂടുക, അങ്ങനെ ഒരാളെ പരിഹസിക്കണ്ട. കാരണം എന്താ അറിയോ, അവന് കച്ചവടം ബിസിനസ്സും ചെയ്യാനുള്ള അനുവാദം ഇസ്ലാം കൊടുത്തു. അവന് എത്രയും പോയിക്കോട്ടെ. ഇനി ആരാധന മുടങ്ങണിയച്ചോളി, ആരാധനകളിൽ വരെ ഇളവ് കൊടുത്തു. ആരാധനകളിൽ വരെ ഇളവ് കൊടുത്തു. ഇപ്പം എങ്ങനെ ഒരാൾ പിന്നെ ഇവിടുന്ന് ദൂരസ്ഥലത്തേക്ക് പിന്നെ ബാംഗ്ലൂരിലേക്ക് സാധനം എടുക്കാൻ പോയിരിക്കാം. അപ്പോൾ അവൻ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കണ്ടേ? 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. നാട്ടിലാകുമ്പോൾ ലൂറിന് സമയത്ത് അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടി ഒരു സമയത്ത് നിസ്കരിക്കാം. ഏതാ വിഷയം? ലൈസ അലൈക്കും ജുനാഹുൻ അൻ തക്സൂറു മിന നിസ്കാരം കസറാക്കുന്നതിൽ ഒരു കുഴപ്പം നിങ്ങൾക്കില്ല. ഏതിനെ? അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ അള്ളാന്റെ ഭൂമിയിലൂടെ അള്ളാന്റെ ഫضൽ അന്വേഷിച്ച് പോകും. വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്താലേ വേഗം പള്ളിക്ക് വരണം. വദറുൽ ബൈഅ, കച്ചവടം നിർത്തിയേക്കണം. ബാങ്കിന്റെ സമയം ആകണത് വരെ എന്ത് ചെയ്യാം? കച്ചവടം നടത്താം. ബാങ്കിന്റെ സമയം ആയാൽ എന്ത് ചെയ്യണം? വദറുൽ ബൈഅ, കച്ചവടം ഇട്ടേക്കണം. ഇങ്ങോട്ട് ഓടി വരണം. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞാൽ വൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശുറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാന്റെ ഫضൽ തേടി നിങ്ങൾ പോകണം. പള്ളിക്ക് ഇറങ്ങുമ്പോൾ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, ആ ഫضൽ ചോദിച്ചിട്ട് എൻ്റെ ഇറങ്ങിപ്പോണം. ഇത്രമാത്രം പ്രോത്സാഹനം നൽകി. ആരാധനകളിൽ വരെ പ്രോത്സാഹനം കൊടുത്തു. ഇനി അപ്പൊ സമ്പാദിക്കാനുള്ള പ്രോത്സാഹനം, ആരാധനകളിൽ വരെ ഇളവ് കൊടുത്തുന്ന പൈസ ഉണ്ടാക്കാനാണ്. ഇതൊക്കെ എന്തിനാണെന്നറിയും. എന്നിട്ടും നമ്മളെ ഉള്ളിൽ ശൈത്താന് ഈ വിഷയത്തിൽ വരാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഇനി സമ്പാദിക്കാനുള്ള പ്രോത്സാഹനം നൽകിയത് മാത്രമല്ല, അത് നഷ്ടപ്പെടുന്ന മേഖലയെ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ എന്നെ ആകർഷിച്ചൊരു ഹദീസുണ്ട്. അത് റസൂലുള്ള പറയണം, പിന്നെ ഒരാൾ അതിൻ്റെ ആശയം ഇതാണ്: നിങ്ങൾക്ക് ഒരു ഭൂമി നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പറമ്പ് വിൽക്കുകയാണെങ്കിൽ, ഒരു ഭൂമിയോ ഒരു പറമ്പോ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് സമാനമായ ഹദീസ് എങ്ങനെയാണ്? മൻ ബാഅ ദാറൻ ഔ അഖാറൻ ഫലം യജ്അൽ സമനഹു ബിമിസ്ലിഹി കമീനൻ ഔ അല്ലാ യുബാരിക് ഫീഹി. മൻ ബാഅ ദാറൻ ഔ അഖാറൻ, നിങ്ങളൊരു വീട് വിറ്റു അല്ലെങ്കിൽ ഒരു പറമ്പ് വിറ്റു, ഫലം യജ്അൽ സമനഹു ബിമിസ്ലിഹി കമീനൻ, അതാ വിറ്റതിൻ്റെ തുല്യമായ കാശിന് മറ്റൊന്ന് പകരമാക്കിയിട്ടില്ല എങ്കിൽ ഔ അല്ലാ യുബാരിക് ഫീഹി, ബർക്കത്തുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ വരുമാന മാർഗം എപ്പോഴും ഉണ്ടാവണം. ഒരു വീടാണ്, ആ വീട് നിങ്ങൾക്ക് ഒരു വരുമാനം തരുന്നു. വാടക വീടാണ്, വാടക കൊടുത്തതാണ്. ഒരു പറമ്പാണ്, ആ പറമ്പ് നിങ്ങൾക്ക് ഒരു സ്ഥിരം ഒരു സമ്പത്താണ്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊക്കെ വിറ്റ് പിന്നെ പണ്ട് പൂർവികരായിട്ട് ഉണ്ടാക്കിയത് മുഴുവനും വിറ്റ് തുലക്കണ ഒരു തലമുറയാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് പല തറവാടും മുടിഞ്ഞുപോയി, ബർക്കത്തില്ലാതെ പോയി. പല തറവാടുകളും മുടിഞ്ഞുപോയി, ബർക്കത്തില്ലാതെ പോയി. ഒരു പറമ്പ് നിങ്ങൾ വിറ്റു, ആവശ്യത്തിന് വിറ്റാൽ ആ പൈസ ആയിട്ട് ഉപയോഗിച്ചാൽ അത് എവിടെ പോയി എന്തിന് ചിലവാക്കിയെന്നൊരു കണക്കുണ്ടാവില്ല, അത് പോയി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്ന് ലീവിലൊക്കെ വരുമ്പോൾ, ഒരു 6 മാസത്തിനൊക്കെ വരുമ്പോൾ ഭയങ്കര അടിച്ചു പൊളിക്കാനൊക്കെ വരും, ഇവിടെ വന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ കടം വാങ്ങും. പൈസ കൂടെ പോയി എന്ന് അറിയില്ല, ഒരു പുറത്തുമില്ല. പകരമാക്കണം, ഇല്ലെങ്കിൽ ബർക്കത്തുണ്ടാവില്ല. ഇനി സമ്പത്ത് മനുഷ്യർക്ക് നഷ്ടപ്പെടുന്ന വേറൊരു വിഷയം ഏതാ? ഒന്നത് ആൾക്കാരെ ഇതാക്കിയത്, രണ്ടാമത്തെ ഏതാ?
എങ്ങനെ? ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാം വിരോധിച്ചു. ചൂതാട്ടം, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, പലിശക്ക് കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം വിരോധിച്ചു. നമ്മൾ അതൊക്കെ പൊതുവെ എല്ലാ സമൂഹവും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്, എല്ലാവരും അംഗീകരിക്കണം. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ അതിൽ വലിയ അപജയം സംഭവിക്കും. അതിൽപ്പെട്ട ഒന്നാണ് കുട്ടികളും സ്ത്രീകളും. അപ്പൊ കുട്ടികളുടെയും സ്ത്രീകളെയും വിഷയത്തിൽ ഖുർആൻ പറഞ്ഞു, വലാ തുഅ്തു സുഫഹാ അംവാലുക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ സുഫഹാകൾക്ക് നിങ്ങൾ മുതൽ വിട്ടുകൊടുക്കരുത്. ആ സുഫഹ ആരാന്നറിയോ? സമ്പത്തിന്റെ മൂല്യം അറിയാത്ത ചെറിയ കുട്ടികളും അതുപോലെയുള്ള സ്ത്രീകളും. അവർക്ക് എന്ത് ചെയ്യരുത്? മുതൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കാരണം എന്താ? ഈ മുതൽ ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളെ നിലനിൽപ്പിന്റെ ആധാരമാണ്. നിലനിൽപ്പിന്റെ ആധാരമാണ് മുതൽ, സമ്പത്ത്. വറുസുഖുഹും ഫിയ വക്സുഹും, നിങ്ങൾ അതിന് കുട്ടിക്ക്, സ്ത്രീകൾക്ക് തിന്നാൻ കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, നല്ല വാക്ക് പറയുകയും ചെയ്യണം. ഇത് ഇന്ന് നമ്മളെ നാട്ടിൽ പൊതുവെ നമ്മൾ കാണുന്ന സംഗതിയാണ്. സ്ത്രീകളെയും കുട്ടികളെയും മുതലിൻ്റെ കൈകാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന തകരാറ്. ഇന്നിപ്പോൾ ലഹരി അടക്കമുള്ള പല വസ്തുക്കളും പല കാര്യങ്ങളും വന്നത് ഗൾഫുകാരായ പുറത്തൊക്കെയുള്ള വ്യാപാരി പൈസ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അത് കുട്ടികളെ ഇഷ്ടം പോലെ ATM എന്നൊക്കെ പൈസ എടുത്ത് അവരെന്നെ കൈകാര്യം ചെയ്യുന്നു, അവരെന്നെ പൈസ എടുക്കുന്നു, അവരെന്നെ കൈകാര്യം ചെയ്യുന്നു. ആ രൂപത്തിൽ വന്നപ്പോൾ അവരുടെ കയ്യിൽ കീശയിൽ പൈസ ഉണ്ടായി. ആ പൈസ എവിടെ പോയി എന്നറിയില്ല. 40 കൊല്ലം പ്രവാസിയായി ജോലി ചെയ്തൊരു മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല. അയാളെ പെണ്ണുങ്ങളും കുട്ടികളും പെരിന്ന് പുറത്താക്കി. അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ച വാർത്തയെ അയാളെ പുറത്താക്കി. അയാൾ കഷ്ടപ്പെട്ടത് അധ്വാനിച്ചൊന്നും ഇവിടെ കാണാനില്ല. അപ്പം എന്താ പറഞ്ഞു വന്നത്? എല്ലാം തകർത്ത് കളയും ശൈത്താൻ, ബന്ധങ്ങൾ തകർത്ത് കളയും, ഹൃദയം പാപപങ്കിലമാക്കി കളയും സാമ്പത്തിക വിഷയത്തിൽ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇതൊരു വലിയ ഹൈറാണ്. അതെന്താ പറഞ്ഞത്? തഅക്കുലുനൽ മാല ഹുബ്ബൻ, നിങ്ങൾ അങ്ങേയറ്റത്തെ സ്നേഹത്തെ നിങ്ങൾ പിന്നെ മിറാത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു തീറ്റ തിന്നാണ്. അപ്പം തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മുതലിനെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇന്നഹു ഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ഇഷ്ടം അതികഠിനമാണ് എന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെ നിരന്തരമായി ഓർമ്മപ്പെടുത്താണ്. എന്താ കാരണം? മനുഷ്യ ഹൃദയം ദുഷിക്കാനും ശൈത്താൻ ഇടപെടാനും ശൈത്താൻ കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുലാദു റബ്ബിന്നാസ് വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഈ ആയത്തിൻ്റെ മാത്രം അർത്ഥം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. കടത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കടവുമായി ബന്ധപ്പെട്ട കടബാധ്യതകളെക്കുറിച്ച്, അപ്പം ആ കടം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അറിയല്ലോ, ആ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയല്ലോ. അതൊന്നും ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. വഇൻ കുൻതും അലാ സഫരിൻ, അപ്പം ഈ എഴുതി വെക്കണം, സാക്ഷികൾ വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ ഒരു ഉപനിയമം പറയണം. എന്താണ്? വഇൻ കുൻതും അലാ സഫരിൻ, നിങ്ങൾ ഒരു യാത്രക്കാരനാണ്, യാത്രയിലാണ്. വലം തജിദു കാത്തിബൻ, നിങ്ങൾക്ക് എഴുതാൻ ആളെ കിട്ടിയില്ല. എഴുതാനൊന്നും, കാരണം എല്ലാവരും ഒന്നും എന്ത് ചെയ്യൂല, ഇതൊന്നും എഴുതൂല. കാരണം പരിചയമുള്ളവരെ ഇതിനൊക്കെ അഗ്രിമെൻ്റ് എഴുതാനും ഇതിനൊക്കെ അതിൽ ഒപ്പിടാനോ ഒക്കെ പരിചയമുള്ളവരൊക്കെ പറ്റുള്ളൂ. ഒരു യാത്രക്കാരനായി നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തആല ഒരു നിയമം പറഞ്ഞ് അവസാനിപ്പിക്കാതെ അതിൻ്റെ ചെറിയ വിഷയങ്ങൾ വരെ പറയണം. അതുപോലെ തന്നെ ഫരിഹാനും മഖ്ബൂല. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു എഴുത്തുകാരനെ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ പണയ വസ്തു വല്ലതും കയ്യിൽ കൊടുക്കണം. എന്ത് വേണം? പണയ വസ്തു കൊടുക്കണം. അപ്പോൾ എനിക്ക് പൈസ കടം ആവശ്യമായിട്ട് വന്നു, പൈസ തന്നെ വേണ്ടത്. അപ്പോൾ ഞാൻ ആ പൈസക്ക് തുല്യമായ എഴുത്തുകാരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും എൻ്റെ കയ്യിൽ സ്വർണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരണം, എന്നിട്ട് പൈസ വാങ്ങണം. എന്തിനാണത്? എന്നാലും ഈ സ്വത്തിൻ്റെ അവകാശിക്ക് അത് നഷ്ടപ്പെട്ടുകൂടാ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫരിഹാനും മഖ്ബൂല. ഫഇൻ അമിന ബഅദുക്കും ബഅലൻ ഫൽയുഅദ്ദി അല്ലദി യുത്മിന അമാനതഹു. എന്നിട്ട് അള്ളാഹു ഒരു പൊതു നിയമം പറയാണ്. ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കപ്പെട്ടവൻ തൻ്റെ വിശ്വസ്തത നിറവേറ്റുകയും ചെയ്യണം. വിശ്വസിച്ചൊരു സംഗതി ഏൽപ്പിച്ചാൽ
അതിൻ്റെ പേരിൽ എന്താക്കരുത്, ചതിക്കരുത്. അപ്പം നിങ്ങൾക്ക് സ്വർണ്ണമാണ് തന്നത്, എന്നിട്ട് നിങ്ങൾ പിന്നെ പറയണം അത് മുക്കേനി, അല്ലെങ്കിൽ അത് പിന്നെ റോഡ് ഗോൾഡ് ഇരുന്ന് പിന്നെ പറയരുത്. അത് വാങ്ങി വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ചോദിക്കണം, അത് തിരിച്ചറിയണം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് ആ വിഷയത്തിൽ പിന്നീടൊരു വർത്തമാനം പറയാനുള്ളൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തു കൃത്യമായി അപ്പോൾ ആണ്ട് കൊടുത്തത് വേറെ രൂപത്തിൽ ഇങ്ങോട്ട് കൊടുക്കാതെ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അത് അതേമാതിരി ചെയ്യണം. ഫല്യത്തഖില്ലാഹ റബ്ബഹു, റബ്ബിനെ സൂക്ഷിക്കട്ടെ. വലാ തക്തുമു ഷഹാദ, സാക്ഷ്യം ഒരിക്കലും മറച്ചു വെക്കരുത്. അതായത് നേരത്തെ മുന്നിൽ ആയത്തിൽ പറഞ്ഞ സാക്ഷികളുണ്ടല്ലോ, ആ സാക്ഷികൾ ചില സന്ദർഭത്തിൽ കോടതിയിൽ വരേണ്ടി വരും. അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ആ സാക്ഷ്യം അവൻ പറഞ്ഞ ഇൻ്റെ സാന്നിധ്യത്തിലാണ് പൈസ കടം കൊടുത്തത്, എത്ര കൊടുക്കാനുണ്ട് എന്ന കാര്യം ഇവൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് പറയേണ്ടി വരും. അപ്പോൾ ഒരാൾ പറയാം ഞാൻ വരും, ഞാൻ കോടതിക്കില്ല, ഞാനതൊന്ന് ഒപ്പിട്ടുന്നേ ഉള്ളൂ, എഴുതിയേ ഉള്ളൂ, എന്നെ കൊണ്ടത് വരാനൊന്നും കഴിയില്ല എന്ന് പറയാൻ പാടില്ല. അല്ല യക്തുമു ഷഹാദത വമൻ യക്തുമുഹ, ഇനി ആ വിഷയത്തിൽ ആരെങ്കിലും അത് മറച്ചു വെച്ചാൽ ഫഇന്നഹു ആസിമുൻ ഖൽബു, അവൻ്റെ ഹൃദയം പാപപങ്കിലമാണ്. അപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് എഴുതി വെക്കുക, വിശ്വസ്തത ഉണ്ടാവുക, കൃത്യമായി അത് പാലിക്കുക, അതിൻ്റെ സമയത്ത് കൊടുത്തു തീർക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. വല്ലാഹു ബിമാ തഅമലൂന അലീം, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നവനാണ്. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശഭൂമികളുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇൻ തുബ്ദു മാഫി അൻഫുസികും ഔ തുഖ്ഫു ഹാസിബുക്കും ബിഹില്ലാഹ്, നിങ്ങൾ വ്യക്തമാക്കിയാലും നിങ്ങൾ നിങ്ങൾ വെളിവാക്കിയാലും ശരി, എല്ലാം അള്ളാഹു നാളെ വിചാരണക്കായിട്ട് കൊണ്ടുവരും. യഗ്ഫിറു ലിമൻ യശാഉ വയഅദിബു മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പം ശൈത്താൻ ഇടപെടുന്ന ഉലതുപറ സൂറത്ത് നാസിൻ്റെ വ്യാപ്തിയാണ് ഈ പഠിക്കേണ്ടത്. ഓരോ മേഖലകൾ, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ സ്വഭാവമുണ്ട്, നമ്മുടെ പെരുമാറ്റമുണ്ട്, നമ്മുടെ ഇടപെടലുകളുണ്ട്. ഓരോ കാര്യങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ശൈത്താൻ ഇടപെടുന്നതിലൂടെ വിജയിക്കാം? എന്താണ് കണ്ടന്റ്? എന്താണ്? കടമാണ് അല്ലേ? കടമാണ്. എന്താ കടത്തിൻ്റെ പ്രശ്നം? എന്താ? കടക്കാരനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കാൻ വിസമ്മതിച്ചു. കടം ഏറ്റെടുത്തതിന് ശേഷം നിസ്കരിച്ചു. ഏറ്റെടുത്ത സ്വഹാബിയോട് പല തവണ ചോദിച്ചു, എന്നും ചോദിക്കും, രാവിലെ വൈകുന്നേരം ചോദിക്കും. കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തണുപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നന്മകളും ശ്രദ്ധിക്കണേ, നമ്മുടെ എല്ലാ ആസിമുൻ ഖൽബ് എത്രമാത്രം വ്യാപ്താണ്. നമ്മുടെ എല്ലാ നന്മകളും, എല്ലാ ഹസനാത്തുകളും, ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടും നമ്മൾ ഒരാൾക്ക് സാമ്പത്തികമായ ബാധ്യത നമ്മൾ കൊടുത്തു തീർക്കാൻ നമ്മളടുക്കലുണ്ടെങ്കിൽ ഈ അമലുകളൊന്നും ഉയരാതെ അവിടെ നിൽക്കും. കോടിക്കണക്കിന് ആൾക്കാർ മയ്യത്ത് നിസ്കരിച്ചു, നമുക്ക് കോടിക്കണക്കിന് ആൾക്കാർ നിസ്കരിച്ചു വിചാരിക്കാം, ഒരു ശുപാർശയും അല്ലാഹു സ്വീകരിക്കില്ല. ഒരാളെ ശുപാർശ സ്വീകരിക്കില്ല. മയ്യത്ത് നിസ്കാരം ശുപാർശയാണ്, അല്ലാഹു മുഗ്ഫിർ വർഹംഹു ശുപാർശയാണ്. ആ ശുപാർശ പടച്ചവൻ സ്വീകരിക്കില്ല. അത് അവിടെ തങ്ങി നിൽക്കും, ആകാശലോകത്തേക്ക് ഉയരാതെ അവിടെ തങ്ങി നിൽക്കും. അപ്പം അവിടേക്ക് നമ്മളെ എല്ലാ കർമ്മങ്ങളും നശിപ്പിക്കുക എന്നതാണ് ആരുടെ പണി? ശൈത്താൻ്റെ പണി. അല്ലദീ യുവസ്വിസു ഫീ സുദൂർ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എത്രയും പെട്ടെന്ന് തീർത്തു തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇടപാടുകളിൽ, കച്ചവടത്തിലെല്ലാം നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.